നമ്മൾ ഇന്ന് മൺട്രോ ഐലൻഡിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടുത്തെ കാഴ്ചകളാണ് നമ്മൾ ഇന്ന് കാണുന്നത്. കറുത്തക്കടവിൽ നിന്നാണ് നമ്മുടെ വള്ളത്തിലുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. കൊല്ലം ജില്ലയിലെ അഷ്ടമുടിക്കായലിനും കല്ലടയാറിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന 8 ദ്വീപുകളുടെ ഒരു സമൂഹമാണ് മൺട്രോ തുരുത്ത്. കൊല്ലത്ത് നിന്നും മൺട്രോ തുരുത്തിലേക്ക് ഏകദേശം 25 കിലോമീറ്റർ ദൂരമുണ്ട്. നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് ഈ ചെറിയ കനാലിൽ കൂടിയാണ്. കനാലിന് മുകളിൽ കൂടി ചെറിയ പാലങ്ങൾ നിർമ്മിച്ചിട്ടുള്ളതിനാൽ ചെറുവള്ളങ്ങൾക്ക് മാത്രമേ ഇതിലെ സഞ്ചരിക്കുന്നതിന് സാധിക്കുകയുള്ളൂ. നീളമുള്ള മുളകൾ ഉപയോഗിച്ച് മണലിൽ ഊന്നിയാണ് വള്ളങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 1 മണിക്കൂർ യാത്ര ചെയ്യുന്നതിന് 500 രൂപയാണ് ഇവിടുത്തെ വള്ളങ്ങൾ ഈടാക്കുന്നത്. നമ്മളിപ്പോൾ മനോഹരമായ ഒരു ക്ഷേത്രത്തിന് സമീപത്തു കൂടിയാണ് കടന്നു പോകുന്നത്. നമുക്ക് മൺട്രോ ഐലൻഡ് മുഴുവൻ ഒന്ന് ചുറ്റിക്കറങ്ങണമെങ്കിൽ ഏകദേശം 3 മണിക്കൂർ വരെ സമയം ആവശ്യമാണ്. കനാലിന് ഇരുവശങ്ങളിലുമായി നിരവധി റിസോർട്ടുകളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. മൺട്രോ തുരുത്തിന്റെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ചെറുവള്ളങ്ങളിൽ യാത്ര ചെയ്യുന്ന ടൂറിസ്റ്റുകളെ നമ്മുടെ യാത്രയിലുടനീളം നമുക്ക് കാണാൻ കഴിയും. ഈ യാത്രയിലെ രസകരമായ ഒരു അനുഭവമാണ് കനാലിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന പാലങ്ങൾക്കടിയിലൂടെയുള്ള യാത്ര. പാലത്തിന്റെ ഹൈറ്റിനനുസരിച്ച് വള്ളത്തിനുള്ളിൽ ഇറങ്ങിയിരുന്നും കുനിഞ്ഞു നിന്നുമൊക്കെ വേണം നമുക്ക് കനാലിലൂടെ യാത്ര ചെയ്യാൻ. പ്രധാനമായും മത്സ്യകൃഷിയും നെൽകൃഷിയും തെങ്ങ് കൃഷിയുമാണ് ഇവിടുത്തെ പ്രധാന വരുമാന മാർഗം. കായൽ ടൂറിസവും ഇവിടെ വളർച്ചയുടെ പാതയിലാണ്. നമ്മൾ ഈ കനാലിന്റെ സൈഡിലായി കാണുന്നത് മീൻ പാടങ്ങളാണ്. ചെമ്മീൻ, കരിമീൻ, കൊഞ്ച് എന്നിവ കൃഷി ചെയ്യുന്ന നിരവധി മീൻ പാടങ്ങൾ കനാലിന് ഇരുവശങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. 1810 കേണൽ മൺട്രോ തിരുവിതാംകൂർ ദിവാനായിരുന്ന കാലത്ത് ഇവിടെ നിരവധി ഭൂപരിഷ്കരണ പരിപാടികൾ നടപ്പിലാക്കി. ഒറ്റപ്പെട്ട് കിടന്ന ദ്വീപുകളെ കനാലുകൾ വഴി പരസ്പരം ബന്ധിപ്പിച്ചു. ഇതിന്റെ ഫലമായി കൃഷി ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങൾ മെച്ചപ്പെടുകയും തിരുവിതാംകൂറിന് ഏറെ പുരോഗതി നേടുവാൻ സാധിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് തിരുവിതാംകൂർ ദിവാനായിരുന്ന കേണൽ മൺട്രോയോടുള്ള ആദരസൂചകമായി ദ്വീപിന് മൺട്രോ തുരുത്ത് എന്ന പേര് നൽകിയത്. അഷ്ടമുടിക്കായലും കല്ലടയാറും കൂടിച്ചേരുന്ന ഈ പ്രദേശം അനേകം ജലജീവികളുടെയും പക്ഷികളുടെയും ഒരു ആവാസ കേന്ദ്രമാണ്. കല്ലടയാറിൽ കൂടി ഒഴുകിയെത്തിയ എക്കൽ മണ്ണാണ് ഇവിടുത്തെ ഭൂമിയെ ഫലഭൂയിഷ്ടമാക്കുന്നത്. മണിപ്രവാള കൃതിയായ ഉണ്ണുനീലി സന്ദേശത്തിൽ മരതക ദ്വീപ് എന്ന പേരിലാണ് മൺട്രോ തുരുത്തിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. മൺട്രോ തുരുത്തിന്റെ ഏറ്റവും പ്രധാന ആകർഷണം പച്ചപ്പ് നിറഞ്ഞ കണ്ടൽ കാടുകളാണ്. പുഴയും കടലും കൂടിച്ചേരുന്ന സ്ഥലങ്ങളിലെ ഉപ്പ് കലർന്ന വെള്ളത്തിലാണ് കണ്ടൽ കാടുകൾ വളരുന്നത്. മറ്റു വൃക്ഷങ്ങളെ അപേക്ഷിച്ച് 5 മടങ്ങ് വരെ കാർബൺ വലിച്ചെടുക്കുന്നതിനും ധാരാളം ഓക്സിജൻ പുറത്തുവിടുന്നതിനും കണ്ടൽ ചെടികൾക്ക് കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്ന കാര്യത്തിൽ കണ്ടൽ ചെടികൾ ഒരു പ്രധാന പങ്കാണ് വഹിക്കുന്നത്.
ചതുപ്പ് നിലങ്ങളിലുള്ള വെള്ളത്തിലെ ലവണവും വിഷാംശങ്ങളും മാറ്റുന്നതിനും കണ്ടൽക്കാടുകൾക്ക് കഴിവുണ്ട്. അതുപോലെ തന്നെ പക്ഷികൾക്ക് കൂട് കൂട്ടുന്നതിനും മത്സ്യങ്ങളടക്കമുള്ള ജലജീവികൾക്ക് സുരക്ഷിതമായ പ്രജനനം നടത്തുന്നതിനും കണ്ടൽക്കാടുകൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. കാറ്റിൽ നിന്നും വൻ തിരമാലകളിൽ നിന്നും കടൽ തീരങ്ങളെ സംരക്ഷിക്കുവാനും ഇവയ്ക്ക് കഴിവുണ്ട്. പാലങ്ങൾക്കടിയിലൂടെ ഇങ്ങനെ സാഹസികമായി വള്ളത്തിൽ സഞ്ചരിക്കുന്നത് ഇവിടെ എത്തുന്ന സഞ്ചാരികൾ ശരിക്കും ആസ്വദിക്കാറുണ്ട്. ഈ യാത്ര കാണുന്നതിന് വേണ്ടി പാലത്തിന് മുകളിലൊക്കെ ആളുകൾ നോക്കി നിൽക്കാറുണ്ട്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് അഷ്ടമുടിക്കായലിലാണ്. ഇടതൂർന്ന പച്ച ഇലകൾ നിറഞ്ഞ കണ്ടൽ ചെടിയിൽ നിന്നും ഒരു കുട്ട കമഴ്ത്തി വെച്ചതുപോലെ വേരുകൾ താഴേക്ക് നിൽക്കുന്നതാണ് ഈ കണ്ടൽ ചെടികൾക്ക് ഇത്ര ഭംഗി നൽകുന്നത്. ഈ വേരുകൾ കണ്ടാൽ ചെറുതാണെങ്കിലും ഈ വേരുകൾ നല്ല ബലമുള്ളവയാണ്. ഇവിടെ എത്തുന്നവർ ഈ വേരുകൾക്ക് മുകളിലൊക്കെ കയറി നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാറുണ്ട്. പുറത്ത് നല്ല ചൂടുള്ളപ്പോഴും ഈ ചെടിക്കടിയിൽ നല്ല കൂളിംഗ് ആണ്. ഈ കായലിൽ ഈ കണ്ടൽക്കാടുകൾ ഇങ്ങനെ കൂട്ടമായി നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് അഷ്ടമുടിക്കായലിലെ കണ്ടൽക്കാടുകൾക്കിടയിൽ ആഴം കുറവുള്ള ഭാഗത്താണ്. ഇവിടെ കുട്ടികൾക്കും മുതിർന്നവർക്കും സേഫായി കായലിൽ ഇറങ്ങുന്നതിനും കണ്ടൽ ചെടികൾക്കിടയിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നതിനുമൊക്കെ സൗകര്യമുണ്ട്. ഇവിടെ വഞ്ചിയിൽ കയറാവുന്ന പരമാവധി ആളുകളുടെ എണ്ണം 8 ആണ്.
നമ്മളിനി പോകുന്നത് കണ്ടൽ ആർച്ചിലേക്കാണ്. ഇവിടെ കുറെ സിനിമകളൊക്കെ മുൻപ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതിവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഫോട്ടോ പോയിന്റ് ആണ്. ഈ ശാന്തമായ കായലിലൂടെ പച്ച വിരിച്ചു നിൽക്കുന്ന കണ്ടൽക്കാടുകൾക്കിടയിൽ കൂടിയുള്ള വഞ്ചിയാത്ര ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടെ ആസ്വദിക്കാൻ പറ്റിയ ഒരു വ്യത്യസ്തമായ എക്സ്പീരിയൻസ് ആണ്. വഞ്ചിയാത്രയെക്കുറിച്ച് അറിയുന്നതിനും മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നതിനും വേണ്ടി ഞങ്ങളുടെ വഞ്ചി തുഴഞ്ഞ ബാബുച്ചേട്ടൻ്റെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടൽക്കാടുകളുടെയും പ്രകൃതിയുടെ ജൈവ വൈവിധ്യങ്ങളുടെയും കലവറയായ മൺട്രോ ഐലൻഡ് വരും കാലങ്ങളിൽ സഞ്ചാരികളുടെ ഒരു സ്വപ്നതുല്യമായ ഡെസ്റ്റിനേഷൻ ആകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയുമായി ഇനിയും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.